ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. പ്രിയ സഹോദരങ്ങളെ, ഈ പെന്തക്കോസ്ത തിരുനാളിന് നാം ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്ത അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം നമ്മളെല്ലാവരും ആഗ്രഹിക്കണം, ഒരു സാധാരണ പെന്തക്കോസ്ത തിരുനാളാകാൻ പാടില്ല. ഇതെന്നെയും എൻ്റെ ജീവിതത്തെയും വ്യക്തിപരമായി സ്പർശിക്കുന്ന ഒരു പെന്തക്കോസ്ത തിരുനാളാകണമെന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം. മക്കളെ, ഇന്ന് ഈ പെന്തക്കോസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചൊരു വിഷയം ഒരുപക്ഷെ നമ്മുടെ അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ ആദ്യകാലത്ത് കരിസ്മാറ്റിക് ധ്യാനം കൂടുന്നത് 1992 കണ്ണൂർ പിലാത്തറ എന്ന സ്ഥലത്ത് നായിക്കാമ്പറമ്പിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു കൺവെൻഷനിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ കരിസ്മാറ്റിക് പ്രതിഭാസം കാണുന്നത്. അവിടെ ഇങ്ങനെ നമ്മുടെ നായിക്കാമ്പറമ്പിൽ അച്ഛൻ ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ, പിന്നെ ഇങ്ങനെ നമുക്ക് അറിയാൻ പാടില്ലാത്ത ഭാഷയിൽ അദ്ദേഹം സ്തുതിക്കുന്നത് കേട്ടപ്പോൾ ഞാനന്ന് ഡിഗ്രി പഠിക്കുകയാണ്. ഇതെന്തൊരു പ്രതിഭാസമാണ്. അവിടെ ഇങ്ങനെ നായിക്കാമ്പറമ്പിൽ അച്ഛൻ പറയുന്നുണ്ട്, ഭാഷാവരത്തിൽ സ്തുതിക്ക്, ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അപ്പം ഞാൻ ഈ ഹല്ലേലൂയാണ് പറഞ്ഞത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഇടയിൽ സഹോദരങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് ഭാഷാവരം കിട്ടാറുണ്ട്. എൻ്റെ പള്ളിയിൽ ഇറ്റലിയിൽ നിന്ന് വന്ന കുറച്ച് കരിസ്മാറ്റിക്കുകാർ അവരിങ്ങനെ സ്തുതിയുടെ സമയത്ത് പള്ളിയിലുള്ള ദൈവജനത്തെ മുഴുവൻ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന രീതിയിലുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഭാഷാവരത്തിൽ അവർ സ്തുതിച്ചു. ഇറ്റാലിയനല്ല, ഒരു അന്യഭാഷ, നമുക്കാർക്കും മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ, പക്ഷെ നമ്മളെല്ലാവരെയും സ്വർഗത്തിലേക്കെടുത്ത് ഉയർത്തിയായിരുന്നു. അപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ നൽകുന്ന സേവന വരങ്ങൾ, അല്ലെ കരിസ്മാറ്റിക് വരങ്ങളിൽ ഏറ്റവും അവസാനത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് ഭാഷാവരം. ഇപ്പം എന്താണ് ഈ ഭാഷാവരം? നമ്മൾ പലരും കേൾക്കുന്ന കരിസ്മാറ്റിക് കൂട്ടായ്മകൾക്കൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇതെന്താണ് എന്ന് നമ്മളൊന്ന് ധ്യാനിക്കണമെന്ന് പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ആവസിച്ചപ്പോൾ അപ്പോസ്തലന്മാർ, സഭാപിതാക്കന്മാർ നിരവധിയായ വരങ്ങൾ ഉപയോഗിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വരമാണ് ഭാഷാവരം. സെഗിയോൻ ശാലയിൽ അവരിങ്ങനെ ഒച്ചത്തിൽ പ്രാർത്ഥിക്കണ കേട്ടപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, എന്താ ഇത്, അവർ മദ്യപിച്ചോ, ഉന്മാത്തരായോ? കന്തലമെസ എന്ന പോപ്പിൻ്റെ ധ്യാനഗുരു കരിസ്മാറ്റിക്കുകാരൻ അച്ഛൻ പറയാറുണ്ട്, ശരിക്കും അപ്പോസ്തലന്മാർ അവർ ലഹരിയിൽ ഉന്മാത്തരായിരുന്നു, പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ലഹരിയിലാണ് അവർ ഉന്മാത്തരായി തീർന്നത്. അപ്പോൾ കാരണം അവിടെ ആൾക്കാർ പറയും, ഇവരെന്താ മദ്യപിച്ച് ബഹളം വയ്ക്കുകയാണോ എന്ന് വരെ ചോദിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ അവർ ലഹരിയിലായത് ഹോളി സ്പിരിറ്റിൻ്റെ ലഹരിയിലായിരുന്നവർ. പറഞ്ഞ ഹല്ലേലൂയ. അപ്പം നേരത്തെ സൂചിപ്പിച്ചു ഭാഷാവരം. 2 തരം ഭാഷാവരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, പത്രോസ് സംസാരിച്ചപ്പോൾ അവരവരുടെ ഭാഷയിൽ മനസ്സിലായി എന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ 2 അനുഭവങ്ങളുണ്ട്. ഞങ്ങളെ അനുഭവങ്ങൾ പല പ്രസംഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ 2 സംഭവങ്ങൾ ഇവിടെ ഓർക്കുന്നത് നല്ലതാണ്. ഒന്ന്, ഞാൻ ഇറ്റാലിയൻ പഠിക്കുന്നതിന് മുൻപ് ഇറ്റാലിയൻസിനെ ധ്യാനിപ്പിക്കാൻ പോയി. ഇംഗ്ലീഷിലാണ് ധ്യാനിപ്പിക്കാൻ പോയത്. ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാകാതെ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇറ്റാലിയൻ ഭാഷയിൽ സംസാരിക്കാനുള്ള ഒരു കൃപ എനിക്ക് ആ നിമിഷം നൽകി. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടത്. പത്രോസ് 2000 വർഷങ്ങൾക്ക് മുൻപ് സെഗിയോൻ ശാലയുടെ പുറത്ത് നടന്ന ആ വലിയൊരു അത്ഭുതം ഇന്നും അത് നടക്കുമെന്നതിൻ്റെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഉള്ള ഒരു തെളിവാണ്. ഞാൻ ഇറ്റാലിയൻ ഭാഷ പഠിക്കുന്നതിന് മുൻപ് ഇറ്റാലിയൻസിനോട് അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാക്കത്തക്ക വിധം എനിക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സാധിച്ചു. അത് ഹോളി സ്പിരിറ്റിൻ്റെ കൃപയാണ്. അപ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് എന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുക.
രണ്ടാമത് നടന്ന സംഭവം ഇതേപോലൊരു സംഭവമാണ്. നമ്മുടെ കോവിഡൊക്കെ കഴിഞ്ഞ് ഒമിക്രോൺ വരുന്നതിന് തൊട്ട് മുൻപ് ഫ്രാൻസിൽ പാരീസിൽ ഫ്രഞ്ചുകാരെ ധ്യാനിപ്പിക്കാൻ പോയി. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചങ്ങനാശ്ശേരിക്കാരൻ ചേട്ടനാണ് ശരിക്കും ഞാൻ പറയണ മലയാളമോ ഇംഗ്ലീഷോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം വർഷങ്ങളായിട്ട് അവിടെ ആയതുകൊണ്ട് ആ ദിവസങ്ങളിൽ എന്നെ ശരിക്കും നന്നായിട്ട് അദ്ദേഹത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക. ഞാനിന്ന് അനുഭവിച്ചത്, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ആ ഫ്രഞ്ചുകാരെ നോക്കുമ്പോൾ അവർക്ക് അവരവരുടെ ഭാഷയിൽ മനസ്സിലാകുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെടുക. അപ്പോൾ അവിടെ അത്തരത്തിൽ പെന്തക്കോസ്തയുടെ ഒരഭിഷേകം അവിടെ ഉണ്ടായി. ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ മനസ്സിലാക്കാതെ വരുന്ന അവസരം ഉണ്ടാവും. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന നിമിഷങ്ങളുണ്ടാവും. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മുടെ തൊഴിൽ മേഖലയിലായാലും കുടുംബ മേഖലയിലായാലും നമ്മുടെ എല്ലാ തെറ്റിദ്ധാരണകളും നമ്മളിലുള്ള എല്ലാ കൺഫ്യൂഷനുകളും, നേരത്തെ ഞാൻ ബാബേലിൻ്റെ ഇത് പറഞ്ഞതാണെങ്കിലും ആ കൺഫ്യൂഷനുകളും കലക്കങ്ങളും മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം അങ്ങനെ ഭാഷാവരത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ നമ്മൾ ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൂടെ നമ്മൾ അറിയുന്നത് എന്താ? ഇങ്ങനെ കരിസ്മാറ്റിക് പ്രാർത്ഥനയിലുള്ള ഭാഷാവരം, അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല, അതിന് ട്യൂണില്ല, അതിന് ഭാഷയില്ല, കുറേ സ്വരങ്ങളാണ്. ഇതെന്താണ് നമ്മളൊന്ന് ധ്യാനിക്കാൻ പോയാ? എന്താണ് ആദ്യം ഭാഷ? മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങളെയും വിചാരങ്ങളെയും ആശയങ്ങളെയും മറ്റുള്ളവരെ ധരിപ്പിക്കാനും ബോധ്യപ്പെടുത്താനുമുള്ള ഉപാധിയാണല്ലോ ഭാഷ. മനുഷ്യൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്ന ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ വാക്കുകൾ ലഭിക്കുന്നതും അത് ശബ്ദവ്യത്യാസങ്ങളോടെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് ഒരു അത്ഭുതമാണ്. ആ ദൈവം മനുഷ്യന് കൊടുത്ത കഴിവാണ്. ബൈബിളിൻ്റെ വീക്ഷണത്തിൽ ബാബേൽ ഗോപുരത്തിൻ്റെ നിർമ്മാണത്തിലുണ്ടായ ഭാഷാക്കലക്കം, ആ ഭാഷാക്കലക്കം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ ഏക ഭാഷയായിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി 11:1 ഭൂമിയിൽ എല്ലാവരും ഒരേ ഭാഷ ഒരേ വാക്കുമായിരുന്നു. അതേത് ഭാഷയാണെന്ന് ബൈബിള് പറയുന്നില്ല. എന്നാൽ ബാബേൽ ഗോപുരത്തിൻ്റെ അവസാനം മനുഷ്യൻ ചിതറിക്കപ്പെടുന്നു, ഭിന്നിക്കപ്പെടുന്നു, വിവിധ ഭാഷകൾ സംസാരിക്കുന്നു. ഇന്ന് 3000-ലധികം ഭാഷകൾ ലോകത്തുണ്ട്. ഇനി എന്താണ് പെന്തക്കോസ്തയുടെ ഭാഷാവരം? അതാണല്ലോ നമ്മുടെ ധ്യാന വിഷയം. കരിസ്മാറ്റിക് നവീകരണത്തിൽ നാം കണ്ടുമുട്ടുന്ന ഭാഷാവരം, ഇത് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഒരു പ്രതിഭാസമാണ്. പെന്തക്കോസ്തയുടെ അഭിഷേകത്തിൻ്റെ ഒരു പ്രതിഭാസമാണ് ഭാഷാവരം. ഭാഷാവരത്തെ പ്രാർത്ഥനയുടെ ഒച്ചപ്പാടായി പലരും കാണുന്നു. ഞാനും ആദ്യം കരിസ്മാറ്റിക് ധ്യാനം ആദ്യം കണ്ടപ്പോൾ ഇത് പ്രാർത്ഥനയുടെ ഒരു ഒച്ചപ്പാടാണെന്ന് ഞാനും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇന്നും പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. കാരണം ഇതൊരു അനുഭവമാണ്. ഇത് പുറത്തു നിന്നാൽ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ പള്ളി വരാത്തവർ ഇതിന് വിമർശിക്കുന്നത്. കാരണം ഇതൊരു അനുഭവമാണ്. പുറമേ നിൽക്കുന്നവർക്ക് ഇത് വെറും ഒരു ഒച്ചപ്പാടാണ്, ഇതൊരു ഭ്രാന്താണ്. കേരളത്തിലെ ആദ്യകാല കരിസ്മാറ്റിക് മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരച്ഛനാണല്ലോ ഫാദർ ജെ കിഴക്കേടം SJ. അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുക: ഒന്നെങ്കിൽ ഭാഷാപരം ഒരു അടയാളമാണ്, അല്ലെങ്കിൽ അനേകരെ അകറ്റുന്ന പ്രതിഭാസമാണ്. കാരണം പണ്ട് ഈ ഭാഷാപരം ഉണ്ടായപ്പോൾ കുറേ പേര് ഇതെന്ത് ഭ്രാന്താണോ എന്നൊക്കെ പറഞ്ഞ് അവർ സഭ വിട്ടുപോയി. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അതുണ്ട്. കുറേ പേര് പറഞ്ഞു ഇത് അവന്മാർ മദ്യപിച്ച് ഒച്ചമ്പേളം ഉണ്ടാക്കുന്നതെന്ന് അവർ വിട്ടുപോയി. പിന്നെ നമ്മൾ ഭാഷാപരത്തിൻ്റെ പ്രത്യേകതകൾ, ഒന്ന് ഭാഷാപരത്തിൻ്റെ ദൈവശാസ്ത്രമാണ്. കാലത്തിൻ്റെ തികവിൽ മനുഷ്യഹൃദയങ്ങളെ ഒന്നിപ്പിക്കാൻ മനുഷ്യപുത്രൻ അവതരിച്ചു. അപ്പം ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമാണല്ലോ ഭാഷ. അപ്പം അതിൻ്റെ ദൈവശാസ്ത്രമാണ് ദൈവപുത്രൻ ലോകത്ത് ജനിച്ചു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. അത്ര നേരത്തെ ഉള്ള പ്രസംഗങ്ങളെ പോലെ ഒരു നിസ്സാരമായ പ്രസംഗമല്ല. ഇതൊരു ദൈവശാസ്ത്രം വിശകലനം ചെയ്യപ്പെടുകയാണ്. ഒരുപക്ഷെ നമുക്കത് നമ്മൾ മനസ്സിലായില്ലെങ്കിലും പ്രാർത്ഥനയുടെ അരൂപിയിൽ, പെന്തക്കോസ്തയുടെ അരൂപിയിൽ ആയിരുന്നാൽ മതി. രണ്ട്, രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണം തുടരാൻ
പരിശുദ്ധാത്മാവ് അയക്കപ്പെട്ടു. അപ്പോൾ ഇതാണ് ഭാഷാപരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ രണ്ടാമത്തെ ഘടകമാണ്. മൂന്നാമത്തേത്, പരിശുദ്ധാത്മാവ് ഒരു ഭാഷയും ഒരു വാക്കും നൽകിയില്ല, എന്നാൽ ഭാഷാപരം കൊടുത്തു. ഇന്ന ഒരു പ്രത്യേക ഭാഷ കൊടുത്തില്ല, ഇന്ന ഭാഷ അരമായിക്ക് കൊടുത്തില്ല, ഗ്രീക്ക് കൊടുത്തില്ല. പക്ഷെ അവർക്ക് ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കാൻ കൊടുത്തു. ഭാഷാ പഠനം നടത്താതെ തന്നെ തീർത്ത് സൗജന്യമായിട്ടൊരു ഭാഷ കൊടുക്കുക. അതാണല്ലോ പത്രോസ് ഭാഷാ പഠനം നടത്തില്ല. അവിടെ ഗ്രീക്കുകാരുണ്ടായിരുന്നു, പത്രോസിന് ഗ്രീക്ക് അറിയില്ല. അവിടെ സിറിയയിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ടായിരുന്നു, സിറിയൻ ഭാഷ പത്രോസിന് അറിയില്ല. പക്ഷെ പത്രോസ് പറഞ്ഞ കാര്യങ്ങൾ അവരവരുടെ ഭാഷ കണ്ട് നോക്കിയ പുതിയൊരു ഭാഷ അവിടെ കൊടുക്കുക. അതാണ് പെന്തക്കോസ്തയുടെ അനുഭവം. നമുക്കൊരു പുതിയ ഭാഷ വേണം, ഒരു കമ്മ്യൂണിക്കേഷൻ, നമുക്കൊരു പുതിയ ഭാഷ വേണം. കാരണം നമ്മുടെ കുടുംബ തകർച്ചകൾ, ബന്ധങ്ങളുടെ തകർച്ചകളിൽ പുതിയൊരു അഭിഷേകം നമുക്ക് വേണം, പുതിയൊരു ഭാഷ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ആശയക്കുഴപ്പത്തിൽ നിന്ന്, ഭാഷകളുടെ കലക്കങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ചു. കാരണം 3000-ലധികം ആൾക്കാർ, പല ഭാഷകൾ. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ. പക്ഷെ അതിൽ നിന്ന് മോചനമാണ് പെന്തക്കോസ്ത കൊടുക്കുന്നത്. പല ഭാഷകൾ സംസാരിക്കുന്നവരായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ വരവോടെ പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ആത്മാവും ഒരേ ഹൃദയവും അവർക്ക് നൽകപ്പെട്ടു. അതാണ് ആ ദൈവശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഭാഷാപരം ഒരു കരിസ്മാറ്റിക് വരമാണ്. അപ്പോസ്തല പ്രവർത്തനം 2:4, അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവ് കൊടുത്ത ഭാഷാപരമനുസരിച്ച് വിവിധ ഭാഷകളിൽ സംസാരിക്കും. അപ്പോൾ ഇത് ഒരു കരിസ്മാറ്റിക് വരമാണ്, ഒരു അഭിഷേകമാണ്, ഒരു അനോയിൻറ്റിംഗ് ആണ് ഭാഷാപരം. ഈ അന്യഭാഷ, ഇതിനെ അന്യഭാഷ എന്ന് വിളിക്കും. കാരണം ഇതിന് ഒരു ബൈബിളിൽ 2 വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ 2 വാക്കുകൾ. ഒന്ന് ഗ്ലോസെ ലാലയിൻ. ഗ്ലോസ ഒന്ന്, ലാലയിൻ എന്ന് പറഞ്ഞാൽ അന്യഭാഷ എന്നാണ് വചനം. ഈ നേരത്തെ പറഞ്ഞ വചനഭാഗത്ത് ആത്മാവ് കൊടുത്ത ഭാഷാപരമനുസരിച്ച് അവിടെ ഗ്രീക്ക് വാക്കുകൾ ഗ്ലോസെ ലാലയിൻ എന്ന് പറഞ്ഞാൽ അന്യഭാഷയിൽ ആത്മാവിൻ്റെ അഭിഷേകത, അന്യഭാഷ. എന്നിട്ട് ഒരേ ഹൃദയവും ഒരേ കൂട്ടായ്മയും ആയതുകൊണ്ട് മറ്റുള്ളവർക്കത് മനസ്സിലായി. ഭാഷാപരത്തെക്കുറിച്ചുള്ള ആധുനിക ദൈവശാസ്ത്ര വീക്ഷണം ഇതാണ്: ഭാഷാപരം പ്രഭാഷണത്തിന് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള ദാനമല്ല, ഇത് വചനപ്രഘോഷണത്തിന് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളതല്ല, മറിച്ച് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായി പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രാർത്ഥനാ ദാനമാണ് ഭാഷാപരം. ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുന്നവർ ദൈവവുമായിട്ട് ഒരു വലിയ ബന്ധം ഉണ്ടാവും. ഒന്ന്, ഭാഷാപരത്തിൽ ഒരാൾ സ്തുതിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് അത് അരോചകമായിട്ട് തോന്നില്ല. അരോചകമാണെങ്കിൽ അത് ഭാഷാപരമല്ല. കാരണം ഇവിടെ ഒരാളിങ്ങനെ ആത്മാവിൽ ലയിച്ച്, ഞാൻ നേരത്തെ ഇറ്റാലിയൻ ശുശ്രൂഷകർ എൻ്റെ പള്ളി വന്നപ്പോൾ ആ പള്ളി മുഴുവൻ ഹല്ലേലൂയാ റിയാ 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 റിയാ. ഭാഷാപരം വരുമ്പോൾ ദൈവജനം മുഴുവൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുക, ആ കുടുംബം മുഴുവൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുക. അതായത് ഭാഷാപരം അടിസ്ഥാനപരമായി ഒരു പ്രാർത്ഥനാപരമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ ദാനങ്ങളിൽ വളർന്നിട്ടുള്ള വ്യക്തി സമൂഹത്തിൻ്റെ കൂട്ടായ്മയുടെ വളർച്ചയ്ക്കായി ഇവർക്ക് സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ നായ്ക്കാമ്പറമ്പിലച്ചൻ ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞിട്ട് സന്ദേശങ്ങൾ കിട്ടും. ഇതാ ഒരു സ്ത്രീ സൗഖ്യം പ്രാപിക്കുന്നു. ഇവിടെ കൂട്ടായ്മയുടെ വളർച്ചയ്ക്ക് വേണ്ടി, വചനത്തിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ദർശനങ്ങൾ, സന്ദേശങ്ങൾ കിട്ടിയ പല സമയത്തും എൻ്റെ രോഗശാന്തി ശുശ്രൂഷകളിലൊക്കെ ഭാഷാപരത്തിൻ്റെ മൂർധന്യത്തെ നിൽക്കുമ്പോഴാണ്. കഴിഞ്ഞ ആഴ്ച നടന്ന മരിയൻ കൺവെൻഷനിൽ ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ തളർവാദ രോഗിയെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. കഴിഞ്ഞ ജനുവരി 1-ാം തീയതി ജന്മന നടക്കാൻ കഴിവില്ലാതിരുന്നൊരു കുഞ്ഞ് ഭാഷാപരത്തിൻ്റെ ആ നിമിഷങ്ങളിൽ ചാടി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇതെൻ്റെ പള്ളിയിൽ സംഭവിച്ചതാണ്. ഫാദർ ജെ കിഴക്കേടം നൽകുന്ന ഒരു നിർവചനം ഇതാണ്: ദൈവത്തിനോട്
വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതിന് അഗ്രാഹ്യമായ സ്വരത്തിലോ ശബ്ദത്തിലോ ആവിഷ്കരിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ് ഭാഷാവരം. പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ആശയങ്ങളും ഒരു ഉണർവും ഒരഭിഷേകവുമാണ് ആ ശബ്ദത്തിലൂടെ എല്ലാം പുറത്തു വരുന്നത്. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓർമ്മ, ബുദ്ധി, മനസ്സ് ഇവിടെയെല്ലാം പ്രവർത്തനം, നമ്മൾ ഭാഷാവരത്തിന് അതില്ല. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർമ്മ, കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ. നമുക്കറിയാം നമുക്ക് രോഗമുണ്ട്, അപ്പം നമ്മുടെ ഓർമ്മ, ബുദ്ധി, മനസ്സ് അവിടെ പ്രവർത്തിക്കുക. എന്നാൽ ഭാഷാവരത്തിന് അതില്ല. എന്നാൽ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ നാവ്, അധരങ്ങൾ, സ്വരനാളം ഭാഷാവരത്തിന് ഉപയോഗിക്കുന്നു. വേണ്ട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇത് അച്ഛൻ പറയുന്ന ഭാഷാവരമല്ല. അച്ഛൻ അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി ദാഹിക്കുക. അപ്പോൾ അവിടെ നമ്മുടെ നാവ്, നമ്മുടെ സ്വരനാളം ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്, അധരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഭാഷാവര പ്രാർത്ഥനയ്ക്ക് ആശയങ്ങളൊന്നുമില്ല. നമ്മളവർക്ക് ഇതിന് ആശയമുണ്ട് ഇല്ല. ഇത് ഒരാളുടെ ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന പെന്തക്കോസ്തയുടെ അനുഭവമാണ് ഭാഷാവരം. ഈശോയെ, പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ശക്തിയും സാന്നിധ്യത്തിൻ്റെ അനുഭവം നിഗൂഢ ഭാഷയിൽ പരിശുദ്ധാത്മാവ് നൽകുന്നു. നിഗൂഢ ഭാഷ, അന്യഭാഷയിൽ പരിശുദ്ധാത്മാവ് നൽകുന്നു. 1 കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 14:2 ഭാഷാവരമുള്ളവർ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അവിടെ അതിനൊരു നമ്മൾ അർത്ഥം അന്വേഷിച്ച് പോകേണ്ട, കാരണം അയാൾ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. പൗലോസ്ലീഹ പറയുക, ഭാഷാവരം സ്തുതിപ്പിൻ്റെയും നന്ദി പറയലിൻ്റെയും ഒരു പ്രാർത്ഥനയാണ്. 1 കൊറിന്ത്യർ 14:18 വിശുദ്ധ പൗലോസ് പറയുന്നു, നിങ്ങൾ എല്ലാവരേക്കാൾ കൂടുതലായി ഞാൻ ഭാഷാവരത്തോടെ സംസാരിക്കുന്നു എന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഭാഷാവരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, വ്യക്തിപരമായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവവുമായിട്ട് സംവേദിക്കാനുള്ള ഒരു ഉപാധിയാണ് ഈ ഗിഫ്റ്റ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് വാങ്ങാൻ പറ്റുന്നതല്ല ഇത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്, കാരിസമാണ്. ഇത് സേവന വരങ്ങളിൽപ്പെട്ടതാണ്, സഭയെ പടുത്തുയർത്താൻ. ഇത് അതിനു വേണ്ടിയുള്ളതാണ് ഈ ഒരു കൃപ. ഭാഷാവര പ്രാർത്ഥനയുടെ അവസാനം പരിശുദ്ധാത്മാവിലുള്ള ആനന്ദ നിർവൃതിയാണ്, എക്സ്റ്റസി. നമ്മൾ പല വിശുദ്ധകൾക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അമ്മ തെരേസയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കർത്താവിനെ ദൈവത്തെ സ്തുതിച്ച് ആനന്ദിച്ച് കഴിയുമ്പോൾ ലഭിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങളിലുള്ള നിർവൃതി. ഇതിൽ ഭാഷാവരത്തിലൂടെ ഒരു ആത്മാവ് ഉയർത്തപ്പെടുന്നത് ആ പെന്തക്കോസ്തയുടെ ഫലങ്ങൾ, ആനന്ദം, സ്നേഹം, സന്തോഷം, നന്മ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഈ ലോകത്തിലെ ഒരു വസ്തുവിനും ഒരു വ്യക്തിക്കും തരാൻ പറ്റാത്ത സന്തോഷമാണ് ഭാഷാവരത്തിലൂടെ ഒരാൾക്ക് ലഭിക്കുന്നത്. ഇത് വ്യക്തിക്ക് നമുക്ക് ലഭിക്കുന്നത് പരപ്രേരണയാലല്ല, മറിച്ച് ഒരാളുടെ ആഗ്രഹത്തിന് ദൈവം കൊടുക്കുന്ന ഗിഫ്റ്റാണ്. ഇത് അച്ഛൻ ദൈവശാസ്ത്ര സെമിനാരി പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കരിസ്മാറ്റിക് ധ്യാനം നടത്താൻ പോയതുകൊണ്ടോ കിട്ടുന്നതല്ല. ഇത് ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് എനിക്ക് ദാനമായി നൽകുന്നത്, എനിക്ക് അല്ലെങ്കിൽ അത് ലഭിക്കുന്ന ദാനമായി നൽകുന്ന ഗിഫ്റ്റാണ് ഭാഷാവരം. ഭാഷാവര പ്രാർത്ഥനയുടെ ഫലങ്ങൾ എന്താ? വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥനയിൽ ആഴപ്പെടാനും ഇത് നമ്മെ സഹായിക്കും. ഈ ഭാഷാവരം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഫലമെന്ന് പറയുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള കൃപയാണ്. ഇതാണ് നമ്മൾ ഭാഷാവരത്തിൻ്റെ ഒരു ഫലം, അനന്തര ഫലമാണ്. പിന്നെ മനസ്സിന് വിശ്രമം നൽകുന്ന, ആനന്ദം നൽകുന്നു, ആകുലതകളെല്ലാം വിട്ടുമാറുന്നു. ഭാഷാവരം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും നമ്മളെ സഹായിക്കുന്നു. മാത്രമല്ല അശുദ്ധാരൂപിയെ ബഹിഷ്കരിക്കും.
നമ്മളിലുള്ള വേർപ്പ്, പക, തിന്മ, കൂടോത്രം, മന്ത്രവാദം, ആഭിചാരം, ദുഷ്ടാരൂപി അവ ബഹിഷ്കരിക്കപ്പെടും. ഭാഷാവരം നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തും. പിന്നെ മറ്റെല്ലാ വരങ്ങളുടെയും കവാടമാണ് ഭാഷാവരം. ഭാഷാവരത്തെ സ്തുതിക്കുമ്പോഴാണ് വിവേചിച്ചറിയാനുള്ള വരം കിട്ടുന്നത്, പ്രവചന വരം കിട്ടുന്നത്, രോഗശാന്തി വരം കിട്ടുന്നത്. അപ്പോൾ മറ്റെല്ലാ വരങ്ങളുടെ കവാടം, വാതിലാണ് ഭാഷാവരം. അപ്പോൾ നമ്മളത് പെന്തക്കോസ്തയിൽ നമ്മൾ ശിഷ്യന്മാർക്കും ആദിമ സഭയിലെ ക്രിസ്ത്യാനികൾക്കും ഉണ്ടായിരുന്ന കൃപയാണ് ഇന്ന് സഭയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കൃപയാണത്. ഇന്നെന്താണ് സഭയുടെ പ്രശ്നങ്ങൾക്ക് കാരണം? ആദിമ ക്രൈസ്തവ സഭ ഉപയോഗിച്ചതുപോലെ വരങ്ങളോടെ ശുശ്രൂഷ ചെയ്യുന്നില്ല. ഇന്ന് വരങ്ങൾ ഉപയോഗിക്കുന്നില്ല. അതാണ് ഈ സഭ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് കൊച്ചുമാത്യു അച്ഛൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അച്ഛൻ വചനപ്രഘോഷണ കമ്മീഷനൊക്കെ നയിക്കുന്നല്ലേ, സഭയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാവോ? വരങ്ങൾ ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മളൊരു തിരിച്ചുവരവാണ് ഷാലോൺ TV നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനും കണ്ടുപിടിക്കാനും അതിനുവേണ്ടി ദാഹിക്കാനും ആ വരത്തിൽ വളരാനും നമുക്ക് സാധിക്കണം. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 44 മുതൽ 46 വരെ പത്രോസ് വിജാതിയരോട് വചനം പറയുമ്പോൾ കേസറിയയിൽ സംഭവിച്ച അത്ഭുതമാണിത്. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ശക്തമായ വചനപ്രഘോഷണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് കാരണമാവും. വളരെ നമ്മൾ ശക്തമായ വചനം നിരന്തരം വീട്ടിൽ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് കാരണമാകും. നോക്കിയേ, പത്രോസ് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഇന്ന് ഷാലോൺ TVയിലൂടെ എൻ്റെ പ്രിയപ്പെട്ട മക്കള് ഈ പെന്തക്കോസ്ത ഒരുക്ക ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മേൽ, നമ്മുടെ ഭവനത്തിൻ്റെ മേൽ, നമ്മുടെ പറമ്പിൻ്റെ മേൽ, നമ്മുടെ വാഹനങ്ങളുടെ മേൽ, നമ്മുടെ തൊഴിൽ മേഖലകളുടെ മേൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ, അവരുടെ പഠനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയാനായിട്ട് ആഗ്രഹിക്കുക. ഇത് പത്രോസ് പ്രസംഗിച്ചത് വിജാതീയരോടാണ്. വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെട്ടെന്ന് ആലോചിച്ച്. അപ്പോൾ മാമോദീസ സ്വീകരിച്ച, സ്ഥൈര്യലേപനം സ്വീകരിച്ച നമ്മളോ ഇതിങ്ങനെ കെട്ടുകിടക്കുക. പത്രോസിൻ്റെ കൂടെ വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു. അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും കേട്ട് അവർ അത്ഭുതപ്പെടുക. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. കാരണം നമ്മുടെ ധ്യാനങ്ങൾക്കൊക്കെ അക്രൈസ്തവ സഹോദരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സ്തുതിഗീതങ്ങൾ ആലപിക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ് അവരുടെ മുഖം പ്രകാശമുള്ളതായിട്ട് മാറുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. ഈശോയെ ഹല്ലേലൂയ. ദേവകി ചേച്ചിയും രാമേട്ടനും ശാന്തി ചേച്ചിയും ഒക്കെ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കുന്ന കാണുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 19:6 വിശുദ്ധ പൗലോസിൻ്റെ സാക്ഷ്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഫേസൂസിലെ സഭയെ പഠിപ്പിച്ചതിന് ശേഷം അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഞാൻ അഭിയന്ന പിതാവ് എന്നോട് ഓസ്ട്രേലിയയിൽ പോകാനാണ് പറഞ്ഞത്. ഞാനൊരു വിജാതീയ കൂട്ടായ്മയിൽ പറഞ്ഞു, ഞാനിതാ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണ സമയത്ത് ശാന്തി ചേച്ചി എന്ന് പറയുന്ന ഒരു അക്രൈസ്തവ സഹോദരി സ്തുതിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഓസ്ട്രേലിയയിലേക്കല്ല പോവുക, അച്ഛൻ ഇറ്റലിയിലേക്കാണ് പോവുക. കുറേ കഴിഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, മോൻ ഇറ്റലിയിലേക്ക് പോയിക്കോ. നോക്കിക്കേ, സന്ദേശങ്ങൾ ഒരു പ്രവചനവരം കൂടി കിട്ടിയ പെന്തക്കോസ്ത നാളിൽ നൽകപ്പെട്ട ഭാഷാവരത്തിൻ്റെ ഉദ്ദേശം മറ്റ് വരങ്ങളുടേതുപോലെ സുവിശേഷ പ്രഘോഷണം സുഗമമാക്കാനുള്ള ദൈവത്തിൻ്റെ അത്ഭുത വരദാനമാണ് ഭാഷാവരം. വചന ശുശ്രൂഷ ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആത്മാവിൻ്റെ വിവിധ വരങ്ങളിൽ ഒന്നാണ് ഭാഷാവരം. പൗലോസ് സാക്ഷ്യപ്പെടുത്തുക, നിങ്ങളെല്ലാവരും കൂടുതലായി ഭാഷാവരത്തോടെ സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഭാഷാവരം ലഭിക്കുന്നവർക്ക് ഇത് അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമാകുന്നു. 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ 14:4 പഠിപ്പിക്കുന്നു.
ഭാഷാപരത്തോടെ സംസാരിക്കുന്ന തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തും, അതിൻ്റെ ആത്മീയ ഉണർവിന് കാരണമാകുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. പക്ഷേ ഭാഷാപരത്തിന് അമിത പ്രാധാന്യം നൽകരുതെന്നും പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ വരങ്ങളുടെ പട്ടികയിൽ ഏറ്റവും അവസാനമാണ് ഭാഷാപരത്തിന് കൊടുത്തിരിക്കുന്നത്. കാരണം ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഇത് വ്യക്തിപൂജയ്ക്കും സ്വാർത്ഥതയ്ക്കും കാരണമാകുമെന്ന് പൗലോസിന് അറിയാമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെന്തക്കോസ്ത് ഒരുക്ക ധ്യാനത്തിൽ സഭയുടെ വലിയ ശക്തിയും നമ്മളെ അഭിഷേകത്തിൽ കൊണ്ടുവരുന്ന അനോയിൻറ്റിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ വലിയ ദൈവകൃപയായ ആ ഹോളി സ്പിരിറ്റിൻ്റെ ഭാഷാപരത്തിന് മുൻപിൽ നമ്മുടെ കുടുംബത്തിന്, മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ആവശ്യം. നമ്മളിലുള്ള എല്ലാ കലക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും വിട്ടുമാറുന്നതിന് ഭാഷാപരത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. കരങ്ങൾ വീശി എല്ലാ മക്കളും കരങ്ങൾ വീശട്ടെ, കർത്താവിനെ നോക്കി വീശട്ടെ. എല്ലാവരും ചേർന്ന് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും യുവതിവാക്കന്മാരെല്ലാം പരിശുദ്ധാത്മാവേ ആരാധന ആരാധന ഈശോ ആരാധന ആരാധന ഈശോ ആരാധന ആരാധന ഈശോ യേശുവേ ആരാധന യേശുവേ ആരാധന ആരാധന യേശുനാഥ ആരാധന പിടിച്ചോ ആരാധന തമ്പുരാന്റെ മുൻപില് ആരാധന കുമ്പിട്ടുകൊണ്ട് പാടിക്കൊണ്ട് ആരാധന പാടിക്കേ, ആരാധന ചേർന്ന് പാടിക്കേ. ആരാധന യേശുനാഥ ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന യേശുവേ യേശുനാഥ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ മക്കളും ഈശോയുടെ മുൻപില് തല കുമ്പിട്ട് കരങ്ങൾ കുപ്പിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടെ നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള്, കുഞ്ഞുങ്ങള് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പുതിയൊരു അഭിഷേകം ആഗ്രഹിച്ച് ഈ പെന്തക്കോസ്തയുടെ ഈ കാലഘട്ടത്തിൽ പെന്തക്കോസ്ത ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, പെന്തക്കോസ്ത തിരുനാൾ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുമ്പോൾ എല്ലാം മറന്ന് കർത്താവിനെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അച്ഛനോടൊപ്പം ഒന്ന് കർത്താവിനെ ആരാധിച്ച് എല്ലാവരും ചേർന്ന് ആരാധിച്ച് കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അവിടുന്ന് സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു. അവിടുന്ന് എന്റെയും എന്റെ കുടുംബത്തിന്റെയും നാഥനും രക്ഷകനും ദൈവവുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഈശോയെ, അങ്ങയുടെ മുൻപിൽ കരങ്ങൾ കുപ്പിപ്പിടിച്ച് എളിമയോടെ യാചനയോടെ ഞാൻ നിൽക്കുന്നത് ആദിമ ക്രൈസ്തവ സഭയില് പെന്തക്കോസ്തയിലൂടെ കടന്നു വന്ന ദൈവിക വരങ്ങള്, ഭാഷാവരങ്ങള്, രോഗശാന്തി വരങ്ങള്, ദൈവിക പുണ്യങ്ങള് ഞങ്ങളുടെ മേൽ ആവസിക്കുന്നതിന് വേണ്ടിയാണ്. ഈശോയെ, അവിടുന്ന് ഞങ്ങളുടെ കുറവുകള് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പാപങ്ങള്, അകൃത്യങ്ങള്, രോഗങ്ങള്, തടസ്സങ്ങള് ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരുന്നതിന് തടസ്സമായിട്ടുള്ള ഞങ്ങളുടെ അഹങ്കാരത്തെ, ഞങ്ങളുടെ തലക്കനത്തെ, പാപബന്ധനങ്ങളെ, ശാപബന്ധനങ്ങളെ, രോഗബന്ധനങ്ങളെ ഈശോയെ എടുത്തു മാറ്റി എളിമയോടെ നിൽക്കുന്ന തുറവിയോടെ നിൽക്കുന്ന ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ അയച്ചു നൽകണമേ. ഞങ്ങളുടെ ബുദ്ധിയെ, ജ്ഞാനത്തെ, അറിവിനെ, ഓർമ്മശക്തിയെ ബലപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ആത്മവിശ്വാസം നൽകണമേ, ആത്മവിശ്വാസം നൽകണമേ. സൗമ്യത നൽകണമേ, ശാന്തത നൽകണമേ. ക്ഷമിക്കാനുള്ള കഴിവ് നൽകണമേ, നന്മ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഭാഷാവരത്തിന് വേണ്ടി ആഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എല്ലാവരും ഭാഷാപരമുള്ള മക്കളെല്ലാം ഭാഷാപരത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ആത്മനദി എന്റെ അരയോളമെത്തി, ആരുമറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി. ആത്മനദി എന്റെ അരയോളമെത്തി, ആരുമറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി. മനുഷ്യരോടല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി.
ഭാരമില്ലാതായി ആത്മനദിയിൽ ഞാൻ നീന്തി തുടങ്ങി. വേഗത്തിനു തെല്ലും ഭാരമില്ലാതായി ആത്മനദിയിൽ ഞാൻ നീന്തി തുടങ്ങി. ആത്മനദി എന്റെ അരയോളമെത്തി, ആരും അറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി. ആമേൻ. ആത്മനദി എന്റെ അരയോളമെത്തി, ആരും അറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി. മനുഷ്യരോടല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. മനുഷ്യരോടല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 മനുഷ്യരോടല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. മനുഷ്യരോടല്ല ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ദൈവമേ ആരാധന. ആരാധന, ദൈവമേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാഷാവരം പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമാണ്. ആദിമ ക്രൈസ്തവ സഭയെ ശക്തിപ്പെടുത്തിയ വലിയ ഒരു വരമാണ് ഭാഷാവരം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് ഭാഷാവരം. നമ്മുടെ കുടുംബങ്ങളിൽ ഭാഷാവരത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. കാരണം അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾ, അയൽവാസികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഇവിടെ പരിശുദ്ധാത്മാവ് കെട്ടുപോയാൽ ഒരാൾ പറയണത് വേറെ ആൾക്ക് മനസ്സിലാവില്ല. ഈ ആധുനിക യുഗത്തിലെ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് കെട്ടുപോയതാണ്. അതാണ് പൗലോസ്ലീഹ പറയണത്, മക്കളെ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയല്ലേ. പരിശുദ്ധാത്മാവ് കെട്ടുപോയാൽ പിന്നെ സഭ പറയണത് സഭാമക്കൾക്ക് മനസ്സിലാവില്ല. കുടുംബങ്ങളിൽ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനുകൾ നഷ്ടപ്പെടും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിക്ക് കൊടുക്കുന്ന അടയാളമാണ് ഭാഷാവരം. ഇതിനുവേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ലഭിച്ചിട്ടുള്ള വരമല്ലത്. ഇത് ദൈവത്തെ സ്തുതിക്കാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും മനുഷ്യരുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാനും ദൈവം നൽകുന്ന വലിയൊരു നന്മയാണ്. ഈ നന്മ നമ്മളെ അഭിഷേകമുള്ളവരാക്കും. ഇത് വചനപ്രഘോഷണം ഏറ്റവും സുഗമമാക്കുന്നത് ഭാഷാവരം പ്രയോഗിക്കപ്പെടുമ്പോഴാണ്. അതിനാൽ സഭ, ആധുനിക സഭ, കേരള സഭ ഇന്ന് ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധാത്മാവ് കൊടുത്ത പെന്തക്കോസ്തിൽ ഇറങ്ങി വന്ന അപ്പോസ്തലന്മാർ ഉപയോഗിച്ച് വചനപ്രഘോഷണം നടത്തിയ ആ ഭാഷാവരത്തിന് വേണ്ടിയാണ്.
പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഈശോയെ ആരാധന. ഈശോയെ ആരാധന. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ഒരു കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞിനെ പോലെ യാചനയോടെ യാചനയോടെ കർത്താവേ കർത്താവേ, അവിടുന്ന് അവിടുന്ന് പത്രോസിനും പത്രോസിനും അപ്പോസ്തലന്മാർക്കും പെന്തക്കോസ്ത ദിവസം അവിടുന്ന് ദാനമായി നൽകിയ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ യാചനകളോടെ ഞങ്ങൾ എല്ലാവരും ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അത് സഭയ്ക്ക് വലിയ ശക്തിയായി ഈ കാലഘട്ടത്തില് വലിയ പ്രചോദനമായി, വലിയ ശക്തിയായി സഭയ്ക്ക് അനുഗ്രഹമായി ഭാഷാവരം ലഭിക്കട്ടെ. യേശുവേ, പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം സ്നേഹിക്കുവാനും ഭാഷാവരം ഞങ്ങളെ സഹായിക്കുമല്ലോ. ഞങ്ങളുടെ മേലുള്ള ബന്ധനങ്ങള്, അഹങ്കാരം, സ്വയം പൂജ, ഞാനെന്ന ഭാവം, തലക്കനം, എന്റെ ഉള്ളിലുള്ള എല്ലാ വിഷങ്ങള്, അന്ധകാര ശക്തികള് യേശു നാമത്തില് വിട്ടുമാറുകയും പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളിലേക്ക് ഒഴുകിയെത്തുകയും കുഞ്ഞുങ്ങളെ പോലെ, മാലാഖമാരെ പോലെ യേശുവിന്റെ മുൻപില് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന് നന്ദി പറയുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് വളരെ പ്രത്യേകമാം വിധം ഈ വൈദികനോട്, ഈ പുരോഹിതനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളെ കെടുത്തിക്കളയുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും, ഞങ്ങളുടെ ഭവനത്തില് കലഹങ്ങളും ഭിന്നതകളും അസ്വസ്ഥതകളും ഉണ്ടാക്കുന്ന എല്ലാ ദുരാത്മാക്കളെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ബന്ധിച്ച്, ശാസിച്ച്, ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കട്ടെ. നാരകീയ ശക്തികളെ, അന്ധകാര സേനകളെ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും നിങ്ങളോട് ഞങ്ങൾ കൽപ്പിക്കുന്നു. ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിട്ടുപോകാൻ യേശു നാമത്തിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിന്റെ കൃപകളാലും നിങ്ങളെ ശാസിച്ച്, ബഹിഷ്കരിച്ച്, ആട്ടിപ്പായിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. പാടിക്ക് മക്കളെ. ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. രോഗം മാറ്റണമേ പരിശുദ്ധാത്മാവേ. സാത്താനെ ബന്ധിക്കണേ പരിശുദ്ധാത്മാവേ. തിന്മകൾ അകറ്റണമേ പരിശുദ്ധാത്മാവേ. ശാപം മാറട്ടെ പരിശുദ്ധാത്മാവേ. ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. അഭിഷേകം നൽകണമേ പരിശുദ്ധാത്മാവേ. വരങ്ങൾ നൽകണമേ പരിശുദ്ധാത്മാവേ. ഭാഷാവരം നൽകണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പാടിക്ക മക്കളെ. പരിശുദ്ധാത്മാവേ, സാത്താനെ ബന്ധിക്കണേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ. ക്യാൻസർ മാറ്റണമേ പരിശുദ്ധാത്മാവേ. കടങ്ങൾ നീക്കണമേ പരിശുദ്ധാത്മാവേ.
വിശ്വാസം നൽകണമേ. പരിശുദ്ധാത്മാവേ സാത്താനെ ഓടിക്കണേ. പരിശുദ്ധാത്മാവേ ഡെലിവറൻസ് നൽകണമേ. പരിശുദ്ധാത്മാവേ തിന്മകൾ അകറ്റണമേ. പരിശുദ്ധാത്മാവേ കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Deliverance them, Lord. Every evil, grant us, Lord, peace. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് തന്നെയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നത്. ഈശോയെ, കാരണം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും. നെടുവീർപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുക. ഇതിനു വേണ്ടിയാണെന്നറിയാവോ? നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ, നമ്മുടെ ആത്മാവ് നശിക്കാതിരിക്കാൻ പരിശുദ്ധാത്മാവ് നെടുവീർപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആ പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് സ്വർഗത്തിന്റെ പോസിറ്റീവ് എനർജിയാ. ഈശോ വാഗ്ദാനം ചെയ്ത ആത്മാവാ. നമ്മുടെ നിരാശകളെയും ആകുലതകളെയും രോഗങ്ങളെയും തിന്മകളെയും സാത്താനെയും നമ്മുടെ കലഹങ്ങളെയും ആത്മഹത്യ ചിന്തകളെയും ബഹിഷ്കരിക്കുന്നത് പരിശുദ്ധാത്മാവാ. ഭാഷാപരത്തിലൂടെ നമുക്ക് നൽകുന്നത് ഒരു ആത്മീയ സ്വാതന്ത്ര്യമാണ്. പിതാവായ ദൈവത്തിന് മക്കളോടുള്ള ഒരു സ്വാതന്ത്ര്യം, മക്കൾക്ക് ദൈവത്തോടുള്ള സ്വാതന്ത്ര്യം, അത് നൽകുന്നത് പരിശുദ്ധാത്മാവാ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-39 പറയാ, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവർ എൻ്റെ അടുത്തേക്ക് വരട്ടെ. എന്നെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക, വരങ്ങൾക്ക് വേണ്ടി ദാഹിക്കുക. ഭാഷാവരം ലഭിക്കുന്നതിനും അന്യഭാഷകൾ മനസ്സിലാക്കുന്നതിനും അന്യഭാഷകൾ സംസാരിക്കുന്നതിനും എന്നിട്ടത് സഭയെ പടുത്തുയർത്താൻ, സുവിശേഷ പ്രഘോഷണം നടത്താൻ, പ്രേക്ഷിത ഹൃദയം നമ്മുടെ ഉള്ളിൽ രൂപം കൊള്ളുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആവശ്യമാണ്. അതാണ് വചനം പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവർ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ പുറപ്പെടും. അപ്പൊ കർത്താവായ യേശുവിൻ്റെ ആ തിരുഹൃദയത്തിൽ നിന്ന്, മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന ആ ഒരു കൃപകള്, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ കുടുംബങ്ങൾക്ക് സംരക്ഷണ കോട്ടയൊരുക്കാം. അതുകൊണ്ടാണ് കരിസ്മാറ്റിക് വചനപ്രഘോഷം പറയുന്നത്, പരിശുദ്ധാത്മ കോട്ട കെട്ടി ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ. എന്നേറ്റു പറഞ്ഞ്, പരിശുദ്ധാത്മാവിന്റെ കോട്ട കെട്ടി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ യാത്രകൾക്ക്, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ കോട്ട കെട്ടുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങള്, ആനന്ദം, സന്തോഷം, സമാധാനം, ഐശ്വര്യം ഇതെല്ലാം വന്ന് നിറയുന്നത്. അതുപോലെ തന്നെ അറിവ്, ജ്ഞാനം, വിവേകം, ഓർമ്മശക്തി, ആത്മധൈര്യം, ആത്മവിശ്വാസം ഇവ വന്ന് നിറയുന്നത് പരിശുദ്ധാത്മാവിന്റെ കോട്ടക്കുള്ളിലാണ്. അതുപോലെ തന്നെ വരങ്ങൾ വന്ന് നിറയുന്നത് പരിശുദ്ധാത്മാവിന്റെ കോട്ടക്കുള്ളിലാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ കോട്ട കെട്ടി നമ്മുടെ വീട്, നമ്മുടെ പറമ്പ്, നമ്മുടെ ജീവിതങ്ങള്, നമ്മുടെ തൊഴിൽ മേഖലകള്, നമ്മളെ അസ്വസ്ഥമാക്കുന്ന ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും പരിശുദ്ധാത്മ കോട്ട കെട്ടി സംരക്ഷിക്കുക. സ്വർഗത്തിന്റെ പോസിറ്റീവ് എനർജി തിന്മയെ ശാസിക്കുന്ന, പാപത്തെ ബന്ധിക്കുന്ന, രോഗങ്ങളെ ബഹിഷ്കരിക്കുന്ന, സാത്താനെ ആട്ടിപ്പായിക്കുന്ന, നാരകീയ ശക്തികളുടെ കെട്ടുകൾ അഴിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായിട്ട് നമുക്ക് പ്രതീക്ഷാ നിർഭരമായ വിശ്വാസത്തോടെ യേശുവിനോട് അപേക്ഷിക്കണം. ഈ ദാനം, അത് പരിശുദ്ധാത്മാവിന്റെ കൃപകള് നമുക്ക് ലഭിച്ചുവെന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമെന്നാണ്
ദൈവശാസ്ത്ര പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുന്നത്. പറഞ്ഞ ഹല്ലേ ലൂയ, പറഞ്ഞ ഹല്ലേ ലൂയ, പറഞ്ഞ ഹല്ലേ ലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, യേശുവേ ആരാധന, ഈശോയെ ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസത്തിന്റെ ആരാധനയുടെ സമാപന നിമിഷങ്ങളിൽ ഒരിക്കൽ കൂടെ തമ്പുരാന്റെ മുൻപില് കണ്ണുകളടക്കുമ്പോൾ നമുക്ക് ഈശോനെ കാണാൻ പറ്റും. ഷാലോൺ TV-യിലൂടെ ആ എഴുന്നള്ളി വന്നിരിക്കുന്ന, അരുളിക്കയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന യേശുവിനെ നമ്മൾ കണ്ണുകളടക്കുമ്പോൾ നമ്മുടെ മുൻപിൽ കാണാൻ പറ്റും. ഈ പരിശുദ്ധ കുദാശയിൽ നിന്ന് വലിയൊരു അഗ്നി അഭിഷേകം, വലിയൊരു തീ അഭിഷേകം നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആത്മാവിലും നമ്മുടെ വൈകാരിക മേഖലകളിലെല്ലാം വന്ന് നിറയുന്നതായി അനുഭവിച്ചുകൊണ്ട്, ഭാഷാവരം കിട്ടുന്നതിനായി ദാഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഒന്ന് സ്തുതിച്ചേ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാവരമുള്ള മക്കളെല്ലാം ഭാഷാവരത്തെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പാടി സ്തുതിക്കട്ടെ. അപ്പോഴും അവിടെ ബന്ധനങ്ങൾ അഴിയട്ടെ. പൗലോസ് സീലാസ് കീർത്തനം പാടി സ്തുതിച്ചപ്പോൾ ചങ്ങലകൾ തകർക്കപ്പെട്ടതുപോലെ, കോട്ടകൾ തകർക്കപ്പെട്ടതുപോലെ, എല്ലാ ദുഷ്ടശക്തികളുടെ കോട്ടകൾ തകർക്കപ്പെടട്ടെ. രോഗ കോട്ടകൾ തകർക്കപ്പെടട്ടെ. കടബാധ്യതയുടെ കോട്ടകൾ തകർക്കപ്പെടട്ടെ. കൃഷിയുടെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. ഭാഷാപരത്തെ സ്തുതിക്കുമ്പോൾ ഒരു പുതിയ അഭിഷേകം കിട്ടട്ടെ. ഹല്ലേലൂയ, യേശുവേ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരങ്ങളാലേ എന്നെ നിറയ്ക്കൂ, ദാനങ്ങളാലേ എന്നെ നിറയ്ക്കൂ, ഫലങ്ങളാലേ എന്നെ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ. നിറയട്ടെ, നിറയട്ടെ. നമ്മുടെ ഹൃദയം നിറയട്ടെ. പുത്തൻ അഭിഷേകം കൊണ്ട് നിറയട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വിളിച്ചോ മക്കളെ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ. നിന്ദാസനിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ. ആത്മാവേ, നിന്ദാസനിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, നിന്ദാസനിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, നിന്ദാസനിൽ വന്നു വസിക്കൂ പരിശുദ്ധാത്മാവേ. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നതിന് കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു